നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ എമ്പുരാൻ സിനിമ കണ്ടു. ഞാൻ ഇന്ന് വേറെ കഥകളൊന്നും അല്ല പറയുന്നത്. എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞായിരുന്നു, എമ്പുരാൻ സിനിമ കണ്ടോ, എന്താണ് അഭിപ്രായം, ഞങ്ങൾ സിനിമ കാണണമെന്ന കൺഫ്യൂഷനാണ്, ഒരു റിവ്യൂ ഇടുമോ എന്ന് ചോദിച്ചു. അതിൻ്റെ പേരിൽ ഞാൻ കണ്ട എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ എമ്പുരാൻ സിനിമയിൽ പറയുകയാണ്. തികച്ചും വളരെയധികം എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ സിനിമയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. കാരണം ഇവിടെ ഞാൻ കുവൈറ്റിൽ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അവരുടെ സൈറ്റ് സെർവറൊക്കെ ഡൗൺ ആയിരുന്നു. പിന്നെ ഓവർ ബുക്കിംഗ് ഒക്കെ ആയ കാരണം അങ്ങനെ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഓൺലൈൻ ടിക്കറ്റ് എടുത്തു. ഞാൻ ഇന്നലെ പോയി സിനിമ പോയി കണ്ടു. പക്ഷേങ്കിൽ ഈ ടിക്കറ്റ് എടുത്ത ശേഷം പിന്നെ കണ്ട റിവ്യൂസ് മുഴുവനും ഭയങ്കര നെഗറ്റീവായിരുന്നു. കാരണം പല ആൾക്കാരും നമ്മൾ പ്രതീക്ഷിച്ച പല ആൾക്കാരും പറയുന്നത് പടം വിട്ടും കൊള്ളില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അയ്യോ ടിക്കറ്റ് എടുത്തു പോയല്ലോ, കാണണോ വേണ്ടതെന്ന് ആ കൺഫ്യൂഷൻ. അപ്പോൾ ചില ആൾക്കാരോട് ചോദിച്ചു, നിങ്ങൾ സിനിമ കണ്ടോ, ഒരു റിവ്യൂ പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സിനിമയെ നമ്മൾ ടിക്കറ്റ് എടുത്തതാണ്, എന്നാൽ പോയി കണ്ടേക്കാന്ന് കരുതി കണ്ടാണ്. എനിക്ക് തോന്നിയ എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളാണ്. ആ ഫുൾ ഫിലിമിൽ എനിക്ക് ആകെ ഒരു എറർ മാത്രമേ, ഒരു തെറ്റ് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അതൊരു ടെക്നിക്കൽ തെറ്റ് മാത്രമാണ്, അല്ലാണ്ട് എനിക്ക് അതിനകത്തൊരു ഒരു തെറ്റായിട്ടൊന്നും തോന്നിയില്ല. ഇപ്പോൾ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ തന്നെ അതങ്ങനെ വലിയ വിഷയമുള്ളത് സിനിമയുമായി ബന്ധപ്പെടുന്ന കാര്യമേ അല്ല. ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ഭാഗമായിട്ട് വരുന്ന ഒരു സിനിമയാണ്. അത് ഓൾറെഡി ഡിക്ലെയർ ചെയ്തു. ലൂസിഫർ എന്ന് പറയുന്നത് സിനിമ 3 ഭാഗമായിട്ട് വരേണ്ടതാണ്. അപ്പോൾ അതിലെ ആദ്യത്തെ ഭാഗം നമ്മൾ കണ്ടു, രണ്ടാമത്തെ ഭാഗമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ഒരു ഭാഗം കൂടെ വരാനിരിക്കുന്നു. അപ്പോൾ ആ ഒരു 3ാമത്തെ പോർഷൻ വന്നെങ്കിൽ മാത്രമേ ഈ സിനിമ ഒരു കംപ്ലീറ്റ് ഫിലിമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ കേട്ട ഒരു ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ 40 മിനിറ്റ് മാത്രമേ സിനിമയിലുള്ളൂ എന്ന്. ശരിക്കും പറഞ്ഞാൽ സിനിമ തുടങ്ങി കൃത്യം 1 മണിക്കൂറാകുമ്പോൾ മോഹൻലാലിൻ്റെ എൻട്രിയാണ്. പിന്നെ മോഹൻലാൽ കണ്ടിന്യൂസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, ഇടയ്ക്കിടയ്ക്കുണ്ട്. മോഹൻലാൽ ഉള്ള സമയമുണ്ട്, ഇല്ലാത്ത സമയമുണ്ട്. നമുക്ക് എങ്കിൽ പോലും സിനിമയിൽ യാതൊരു മടുപ്പും തോന്നില്ല. 3 മണിക്കൂർ എങ്ങനെ സിനിമ പോകുന്നു എന്ന് നമുക്കറിയില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ സിനിമ എന്ന് പറഞ്ഞത് 3 ഭാഗങ്ങളായിട്ട് വരുന്ന പടമാണ്. ലൂസിഫർ എന്ന് പറഞ്ഞാൽ 3 ഭാഗമുണ്ടെന്ന് അവർ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ആദ്യത്തെ ഭാഗം നമ്മൾ നേരത്തെ കണ്ടു, ഇപ്പോൾ 2ാമത്തെ ഭാഗമാണ്. ഈ 3ാമത്തെ ഭാഗം വന്നെങ്കിൽ മാത്രമേ ഈ ലൂസിഫർ എന്ന് പറയുന്ന പടം പൂർണ്ണമാകുകയുള്ളൂ. അപ്പോൾ അതിനകത്ത് മോഹൻലാൽ എവിടെയൊക്കെ ഉണ്ട്, അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്നുള്ള ചിന്തിക്കേണ്ട. നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പോകുന്ന ഈ കുഴപ്പം വരുന്നു. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നിങ്ങൾ പടത്തിനെ പടമായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ വന്ന ഒരു കമൻറ്റാണ് ആൻ്റണി പെരുമ്പാവൂരിനെ പറ്റി. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടം, അദ്ദേഹത്തിൻ്റെ അത്രയും അടുത്ത് നിൽക്കുന്നൊരു വ്യക്തി, അദ്ദേഹം ഒരു വളരെ ചെറിയൊരു റോളാണ് ചെയ്തേക്കുന്നത്. ആ റോളിനകത്ത് എനിക്ക് വലിയതായിട്ടൊന്നും തോന്നിയില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റോ അദ്ദേഹം വരുന്നുള്ളൂ. പക്ഷേ എങ്കിലും അയാൾ ചെയ്യട്ടെ, അതിനിപ്പോൾ എന്താ, നമുക്കാണ് ഇത്ര കുഴപ്പം. പ്രൊഡ്യൂസറിന് കുഴപ്പമില്ല, ഡയറക്ടറിന് കുഴപ്പമില്ല, സ്ക്രിപ്റ്റ് റൈറ്ററിന് കുഴപ്പമില്ല, കൂടെ അഭിനയിക്കുന്ന നായകന്മാർക്ക് കുഴപ്പമില്ല. പിന്നെ സിനിമ കാണാൻ നമുക്കാണോ കുഴപ്പം വരുന്നത്? പിന്നെ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ആൾക്കാരുടെ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മലയാള സിനിമ മാത്രം കണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരുപാട് ലൊക്കേഷൻ ഉണ്ടെന്ന് പറയുന്നത്. ഒരു സിനിമയ്ക്ക് സാധ്യതമായ കാര്യങ്ങൾ ചെയ്യണം. ഒരു കഥയ്ക്കാണ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. കഥ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ലൊക്കേഷൻസ് ആവശ്യപ്പെടുന്നുണ്ട്. ഈ കഥ പറയുന്ന രീതി അങ്ങനെയാണ്. കഥകൾ പറയുന്നത് അങ്ങനെ പല ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ പറ്റിയും അവരുടെ പ്രസൻസ് ഉള്ള കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ ആ ലൊക്കേഷനിൽ അവർ പോയിട്ടുണ്ട്. അതിനകത്ത് ഇപ്പം എന്താ കുഴപ്പം എന്താ? ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ലൂസിഫർ 1 ലാസ്റ്റിലൊരു ക്ലബ് ഡാൻസ് ഉണ്ട്, അതൊരു ബാർ ഡാൻസ് ഉണ്ട്. അന്ന് വന്നൊരു ആരോപണം, എന്തിനാണ് ഈ പടത്തിനകത്ത് ഇങ്ങനൊരു ഡാൻസിൻ്റെ ആവശ്യം? ഗോവയിൽ നടക്കുന്ന ഒരു ബാർ ഡാൻസ് ഏരിയ നടക്കുന്ന ഒരു പ്രശ്നത്തെപ്പറ്റി പറയുമ്പം ഉറപ്പായിട്ടും ബാർ ഡാൻസിനകത്ത് പർദ്ദയിട്ട് അഭിനയിക്കാൻ പറ്റത്തില്ലല്ലോ. ബാർ ഡാൻസ് എന്ന് പറയുമ്പോൾ കണ്ടുള്ളവർക്കൊക്കെ അറിയാം, അത്രയും രീതിയിലാണ് പോയിക്കുന്നത്. എന്നാൽ ലൂസിഫർ എമ്പുരാനിൽ അങ്ങനെ ഒരു സീനിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ പറയുന്നത്, കഥയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നതൊരു തെറ്റുമില്ല. കഥയാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കഥയിൽ കൂടെ കഥ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് കഥയ്ക്ക് ആവശ്യത്തിലാണ് ചെയ്തേക്കുന്നത്. ഇത്രയും ലൊക്കേഷൻസ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഥയെ സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. 3ാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, എന്നോട് ഞാൻ സിനിമ കാണാൻ പോവാണ് എന്ന് പറഞ്ഞപ്പം എന്നോട് എൻ്റെ ഒരു കസിൻ പറഞ്ഞു, എടാ പോകണ്ട, ക്രിസ്ത്യാനികൾക്ക് കാണാൻ പറ്റിയ പടമല്ല ലൂസിഫർ. ക്രിസ്ത്യാനികൾക്ക് കാണാൻ പറ്റാത്ത പടമായിട്ട് ലൂസിഫറിനകത്ത് എനിക്കൊന്നും തോന്നുന്നില്ല. ബൈബിളിലെ ചില വാചകങ്ങൾ അതിൽ പറയുന്നുണ്ട്, ദൈവപുത്രൻ, ദൈവം, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ സിനിമ കണ്ടിരിക്കുന്ന നമുക്ക് മനസ്സിലാവും ഇതൊന്നും ബൈബിളിലെ വാചകമല്ല പറയുന്നത്, സിനിമയിലെ വ്യക്തികളെ പറ്റി ചൂണ്ടിക്കാണിക്കുന്ന ചില വാചകങ്ങളാണ്. പലപ്പോഴും ഇത് സിനിമ കാണാതെ ചുമ്മാ ഇരുന്ന് റിവ്യൂ ചെയ്ത് ചില വാചകങ്ങൾ, ചില ക്ലിപ്പിങ്സൊക്കെ കണ്ടിട്ട് ചുമ്മാ ഇരുന്ന് എഴുതി വിടും. വെറും തെറ്റാണ്, വെറും തെറ്റായ ഒരു അഭിപ്രായമാണ് അത്. അങ്ങനെ ഒരു സംഭവമേ അല്ല ഈ പടത്തിൽ കാണിക്കുന്നത്. പിന്നെ നല്ല ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയം പറയുന്നുണ്ട്. ശരിയാണ്, രാഷ്ട്രീയം പറയാത്ത സിനിമ ഏതാ ഉള്ളത്? നമ്മൾ ഈ 1-2 സിനിമ കാണുന്നുണ്ടാണ് ഈ കുഴപ്പം. എത്രയോ സിനിമകൾ എടുത്തു നോക്ക്. ഒരു വർഗീയ കലാപം അല്ല ഒരു കലാപം ഉണ്ടാകുന്നത് അങ്ങ് സ്പേസിൽ നിന്ന് വരുന്ന അല്ല അന്യഗ്രഹ ജീവികൾ മാത്രം അല്ല ഇങ്ങനെ ബഹളങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്നത്.
പല കാര്യങ്ങളും നമ്മൾ പത്രത്തിൽ വായിക്കുന്നുണ്ട്, നേരത്തെയുള്ള പല കാര്യങ്ങളും വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അതിനകത്ത് വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഈ നമുക്ക് തോന്നും ഇത് കാണുമ്പോൾ ഇന്ന പാർട്ടിയാണല്ലോ ഉദ്ദേശിക്കുന്നതെന്ന്. അങ്ങനെ ആ ഫീലിംഗ് വരുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു വലിയൊരു വിഷയമായിട്ട് ചിലപ്പോൾ തോന്നിയിരിക്കും. അല്ലാതെ അവരങ്ങനെ ഒരു എങ്ങും നടക്കാത്തൊരു സംഭവമോ അല്ലെങ്കിൽ നടന്ന് കേട്ടിട്ടില്ലാത്തൊരു സംഭവമോ ഒന്നും അല്ല പറയുന്നത്. ചില കലാപങ്ങളും മറ്റു കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അത് സിനിമയുടെ ഭാഗമായിട്ട് കണ്ടാൽ മതി എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയെ പറ്റി പറഞ്ഞ കേസിലും ക്രിസ്ത്യൻസിന് കാണാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. നമ്മളതിനെ നമ്മൾ കൂടുതൽ ഇതിനെ വർഗീയമാക്കാനും അല്ലെങ്കിൽ രാഷ്ട്രീയമാക്കാനും പോകാതെ ഒരു നോർമൽ സിനിമയായിട്ട് കാണാൻ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഇതുമില്ല. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത കുറേ കാര്യങ്ങൾ മേക്കിംഗ് അന്യായ മേക്കിംഗ് ആണ് കേട്ടോ. പടം പറഞ്ഞാൽ എന്താ പറയുക, അതിന് എടുത്തിരിക്കുന്ന ആ എഫേർട്ട് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ഒരു പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലൂസിഫർ കഴിഞ്ഞ് ബ്രോഡാഡി വന്നപ്പോഴും എനിക്ക് ആ മനുഷ്യനെ പറ്റി വളരെ ഇമ്പ്രഷൻ തോന്നിയത് ആണ്. കാരണം ഏത് ലെവലിൽ വേണമെങ്കിലും ചിന്തിച്ച് സിനിമ ചെയ്യാൻ കഴിവുള്ളൊരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതിനനുസരിച്ച് ഞാൻ ആസ് എ പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂർ അല്ലെങ്കിൽ മോഹൻലാൽ അവർക്ക് വേണ്ട എല്ലാവിധമായ കാര്യങ്ങളും, കാരണം ഇതിനകത്ത് 3-4 ഹെലികോപ്റ്റേഴ്സ് വന്ന് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ അറിയാം അതിൻ്റെ ആ എടുത്തിരിക്കുക, ആ ഷൂട്ട് ചെയ്തതിൻ്റെ എഫേർട്ട് എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അവരത് ഷൂട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഒരു ഈസി ജോബ് അല്ല. വളരെ വലിയൊരു ക്രൂ വെച്ചിട്ട് വളരെ പെർഫെക്റ്റായിട്ടാണ് ആ ഷോട്ട് അവർ എടുത്തിരിക്കുന്നത്. ഓരോ ചെറിയ സിംഗിൾ ഷോട്ട് പോലും വളരെയധികം കാൽക്കുലേറ്റഡ് ആയിട്ടും, ഞാൻ പറഞ്ഞില്ല അതൊരു സിനിമയെ ആരാധിക്കുന്നൊരു വ്യക്തി അല്ലെ ടെക്നിക്കൽ സൈഡൊക്കെ കുറച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കും എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ ആ പടത്തിന് വേണ്ടിയിട്ട്. ഞാൻ പറയാറുള്ളൂ, സിനിമയുടെ വിജയം എന്ന് പറഞ്ഞാൽ അതിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തികൾക്കും എന്തോ ഒരു അഭിമാനമായിരിക്കുന്നത്. അവരുടെ സന്തോഷം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. അന്യായ മേക്കിംഗ് ആണ്. പിന്നെ ചില കേസസ് ഞാൻ പറഞ്ഞാൽ ലാലേട്ടനെ പറ്റി എടുത്ത് പറയണമെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ഈ വീഡിയോക്കത്തൊക്കെ കണ്ടിട്ട് ചില പോസ്റ്ററിലൊക്കെ വന്നൊക്കെ ചില രംഗങ്ങൾ പക്ഷേ നിങ്ങൾ കണ്ടാകും. കാട്ടിൽ ലാലേട്ടനായിട്ട് നിൽക്കുന്നൊരു സീനുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലൊരു തടി ഒരു മരം ഇങ്ങനെ കത്തിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. ആക്ച്വലി ലാലേട്ടൻ്റെ മുഖത്തോട്ട് വെട്ടമടിക്കുന്നില്ല. പക്ഷേ എനിക്കൊന്ന് മലയാള സിനിമയിൽ വേറെ ആരും ഇത് ചെയ്താൽ പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ലാലേട്ടനാണെന്നുള്ളത് ഒറ്റ അടിക്ക് നമുക്ക് മനസ്സിലാവും. കാരണം എനിക്കൊന്ന് ലാലേട്ടനോട് അത് പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ ബോഡി സ്ട്രക്ചറും കാര്യങ്ങളും വന്നിട്ട് ഒരു ശകലം പോലും വെട്ടം മുഖത്തടിക്കാന്നിട്ട് പോലും നമുക്കത് മനസ്സിലാവും. ഓക്കെ, അത് ലാലേട്ടനാണ്. ഓക്കെ, സിനിമ കാണുമ്പോൾ നമുക്കറിയാം ലാലേട്ടനെ പറ്റിയുള്ള പടമാണ്, ലാലേട്ടനാണ് നായകൻ എന്നൊക്കെ അറിയാം. എങ്കിൽ പോലും ആ ഒരു ഷോട്ടിൽ ലാലേട്ടനാണെന്നുള്ളത് മനസ്സിലാവും. അത്രയ്ക്ക് സംഭവമാണ്. നമ്മൾ സ്റ്റോറി കിട്ടില്ല, പുള്ളി അടിച്ച് തകർത്തിട്ടുണ്ട്. സ്റ്റോറിയാണെങ്കിലും ഡയലോഗാണ്. പുള്ളി ഓൾറെഡി നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കഴിവ് നമുക്കറിയാം. മുരളിഗോപി ഞാൻ പറഞ്ഞല്ലോ, മുരളിഗോപിയുടെ ആ റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആണ്. പൃഥ്വിരാജും ഡയറക്ഷൻ സൂപ്പറാണ്, എല്ലാം ഓക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ട ഒരേ ഒരു മിസ്റ്റേക്ക് ആ സിനിമയിൽ, ഇത്രയും 3 മണിക്കൂറാണ്, അതൊരു ചെറിയൊരു മിസ്റ്റേക്കേ ഉള്ളൂ. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ടെക്നിക്കൽ മിസ്റ്റേക്ക് പറ്റിയായിരിക്കാം, പക്ഷേ അത് അവർക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞാൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങളുള്ളൂ. അത് സിനിമയുമായി യാതൊരു ബന്ധമുള്ള കാര്യമല്ല. എങ്കിലും ഞാൻ ഈ റിവ്യൂ ഇടുന്നത് ഒരിക്കൽ പോലും റിവ്യൂ ഇട്ടവരെ പറ്റിയോ എടുത്തവരെ പറ്റിയൊന്നുമല്ല. നിങ്ങളൊരു നോർമൽ പ്രേക്ഷകർ എന്ന ആർക്കെങ്കിലും സിനിമ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ കാണുക. 100% നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഗ്യാരണ്ടീഡാണ് പടം. ഒരു നോർമലായിട്ട് പോയി സിനിമ കാണുക, സന്തോഷമായിട്ട് വരിക. കഴിവതും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് TV കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകത്തില്ല. അതിൻ്റെ ആ എഫക്റ്റും കാര്യങ്ങളും ഒക്കെ അറിയണമെങ്കിൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണണം. റിവ്യൂസ് ഇടുന്നവരെ പറ്റി വിടുക. അവർ പലപ്പോഴും ആ സമയത്തെ ഒരു ട്രെൻഡിങ് കാര്യത്തിന് വേണ്ടി റിവ്യൂ ഇട്ട് മനുഷ്യനെ കൺഫ്യൂഷൻ ആക്കുന്നതാണ്. അത്രയും വലിയൊരു പടം മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ തീർത്ത് പറയാം. ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്ന് ഇത്രയും ലൊക്കേഷൻ കൊണ്ടുവന്ന് മലയാളത്തിലെ ഏറ്റവും വലിയൊരു പടമായി സംഭവം. നിങ്ങളിപ്പം ബാഹുബലിയായിട്ടൊന്നും നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ മലയാളം പടമായിട്ട് പോയി കാണുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പർ പടമാണ്.